ഹായ് ഗായ്സ്, കഥയുടെ നെക്സ്റ്റ് പാർട്ടാണിത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. കഴിഞ്ഞ ഭാഗം കാണാത്തവരാണെങ്കിൽ അത് പോയി കണ്ടിട്ട് വരുന്നതാവും നല്ലത്. അപ്പോൾ നമുക്ക് കഥ തുടങ്ങിയാലോ. രാത്രി മേല് കഴുകി ദേഹത്തും മുഖത്തും ഒക്കെയുള്ള മുറിവിൽ അൻവി കൊടുത്ത ഓയിൽമെൻറ്റ് പുരട്ടുകയാണ് യാമി. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് തൻ്റെ പ്രതിബിംബം നോക്കുമ്പോഴെല്ലാം ശിവ തൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ആ നിമിഷം അവളുടെ കണ്ണിൽ തെളിഞ്ഞു കണ്ടു. ഓരോ നിമിഷവും അതൊന്നും ഓർക്കരുതെന്ന് കരുതുമ്പോഴും മനസ്സ് പിന്നെയും അതിലേക്ക് തന്നെ ചെന്നെത്തുന്നു. ആകപ്പാടെ എന്തെന്നറിയാത്തൊരു നെഞ്ചിടിപ്പ്. കലങ്ങി മറിഞ്ഞ മനസ്സുമായി നിൽക്കെ കണ്ണുകൾ അറിയാതെ ക്ലോക്കിലേക്ക് നോക്കിയതും സമയം രാത്രി 11:30 കഴിഞ്ഞു എന്നറിയെ പിന്നെയും ആ ഒരുവൻ്റെ മുഖം കണ്ണിൽ തെളിഞ്ഞു. സരസ്വതിയമ്മ ഇല്ലല്ലോ. അടുക്കളവാതിൽ തുറന്നിട്ടുണ്ടാവുമോ? യാമി അറിയാതെ ആകുലപ്പെട്ടു പോയി. എന്നാൽ അതേ നിമിഷം തന്നെ ഇതൊക്കെ താൻ എന്തിനു നോക്കണം എന്നൊരു ചോദ്യവും മനസ്സ് ചോദിക്കും. ചോദ്യോത്തരങ്ങൾ കൂടി കൂടി മനസ്സാകെ സംഘർഷഭരിതമായി. ഒടുവിൽ തൻ്റെ മനസ്സിൻ്റെ ചോദ്യത്തിനൊരു ഉത്തരം വേണമെന്ന തോന്നലിൽ അവൾ റൂമിൻ്റെ ഡോർ തുറന്നു. അടുക്കളയിൽ ലൈറ്റ് കത്തുന്നത് കണ്ടതും ആരും ഉറങ്ങിയില്ലേ എന്നൊരു സംശയത്തോടെ 1-2 പടികൾ ഇറങ്ങി അല്പം താഴേക്ക് നിന്നു. എൻ്റെ ഫുള്ളാണമേ, ഞാനിനി രാവിലെ കഴിച്ചോളാം. സ്വല്പം ഈർഷ്യയോടെയുള്ള ശിവയുടെ സംസാരം യാമി കേട്ടു. പറ്റില്ല, ഇപ്പം കഴിക്കണം. സുഭദ്രാമ്മ ശാഠ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവന് കഴിക്കാനുള്ള ഭക്ഷണം വിളമ്പി അവന് മുന്നിലേക്ക് വെച്ചു. അടുക്കളയിൽ ശിവയ്ക്കൊപ്പം സുഭദ്രാമ്മ ഉണ്ടെന്നറിയ യാമി ഒച്ചയുണ്ടാക്കാതെ അടുക്കളയിലേക്കൊന്ന് എത്തി നോക്കി. ശിവയെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുകയാണ് സുഭദ്രാമ്മ. ഈ വീട്ടിൽ വന്നിട്ട് ആദ്യമായാണ് ഇങ്ങനെ ഒരു കാഴ്ച. സരസ്വതിയമ്മയുണ്ടെങ്കിൽ ഒരിക്കലും സുഭദ്രാമ്മ അവിടെ ഇങ്ങനെ നിൽക്കില്ലായിരുന്നു എന്ന് തോന്നി യാമിക്ക്. എന്തോ അമ്മയും മോനും ഒത്തുള്ള ആ നിമിഷം യാമിയുടെ ചുണ്ടിൽ അറിയാതൊരു പുഞ്ചിരി വിരിയിച്ചു. അതേ ചിരിയോടെ തന്നെ അവൾ തിരികെ റൂമിലേക്ക് നടന്നു. അപ്പോഴാണ് ഹാളിലുള്ള സോഫയിൽ അടുക്കളയിലേക്ക് കാണും വിധം ഇരുന്ന് വെറുതെ ഫോൺ നോക്കുന്നതായി ഭാവിക്കുന്ന രാജശേഖരനെ കാണുന്നത്. അറിയാത്ത പോലെ ഇടയ്ക്ക് അടുക്കളയിലേക്ക് നോക്കി ഇടയ്ക്ക് ഫോണും നോക്കി ഇരിക്കുന്ന രാജശേഖരൻ യാമിയുടെ കണ്ണിൽ ഒരതിശയം പടർത്തി. തിളക്കമേറിയ മെഴികളോടെ അവൾ കുറച്ചു നേരം അവിടെ നിന്നു. പിന്നെ അവർക്കിടയിൽ താനൊരു കട്ടുറുമ്പാവരുത് എന്ന് കരുതി റൂമിലേക്ക് നടന്നു. ഹാളിൽ അച്ഛൻ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ശിവ അമ്മയോടധികം സംസാരിച്ചു നിൽക്കാതെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വേഗം റൂമിലേക്ക് നടന്നു. കിടക്കാൻ നേരമാണ് യാമി കുടിക്കാൻ വെള്ളം എടുത്തില്ലല്ലോ എന്നോർത്തത്. അവൾ വാതിൽ തുറന്ന് താഴേക്ക് തന്നെ നടന്നു. അടുക്കളയിൽ ഇപ്പോഴും ലൈറ്റ് കത്തുന്നുണ്ട്. പക്ഷെ ആരുടെയും സംസാരമൊന്നും കേൾക്കുന്നില്ല. യാമി ഉറങ്ങിയില്ലേ? അടുക്കളയിലേക്ക് വന്ന യാമിയെ കണ്ടതും സുഭദ്രാമ്മ ചെറിയ ചിരിയോടെ ചോദിച്ചു. ഇല്ല, ഞാൻ വെള്ളം എടുക്കാൻ. യാമിയും ഒരു ചിരിയോടെ പറഞ്ഞു. വെള്ളം എടുത്തില്ലല്ലോ. ശിവയുടെ റൂമിലും കാണില്ല. മോളെടുക്കുമ്പോൾ കുറച്ച് വെള്ളം അവൻ്റെ റൂമിലേക്കും കൂടെ കൊടുക്കുമോ? അവനിപ്പോൾ അങ്ങ് പോയതേയുള്ളൂ. പെട്ടെന്ന് ഓർമ്മ വന്ന പോലെ സുഭദ്രാമ്മ ചോദിച്ചു. ഞാൻ കൊടുത്തോളാം. യാമി വിനയത്തോടെ പറഞ്ഞുകൊണ്ട് ഒരു ബോട്ടിൽ വെള്ളം കൂടെ എടുത്ത് മേലേക്ക് തന്നെ നടന്നു. 2 കൈയിലും വെള്ളം ആയതുകൊണ്ട് തന്നെ ആദ്യം അവളുടെ റൂമിലേക്കുള്ള വെള്ളം റൂമിലേക്ക് വെച്ച ശേഷം ശിവയുടെ റൂമിൻ്റെ ഡോറിന് മുന്നിൽ വന്ന് നിന്നു. താഴെയുള്ള ലൈറ്റൊക്കെ ഇപ്പോൾ ഓഫായിട്ടുണ്ട്. യാമി മെല്ലെ ആ ഡോറിലൊന്ന് തട്ടി. വാതിൽ തുറക്കാതെ വന്നതും വീണ്ടും തട്ടി. ദാ വരുന്നു. ശിവ അകത്ത് നിന്ന് ദേഷ്യത്തോടെ വിളിച്ചു പറഞ്ഞതും യാമി കൊഞ്ഞനം കാണിച്ചതും പോലെ തന്നെ ആവർത്തിച്ചു. കുളി കഴിഞ്ഞ് തല തോർത്തിക്കൊണ്ട് ഡോർ തുറന്ന ശിവ ഒരു ബോട്ടിൽ വെള്ളവുമായി വാതിലിന് മുന്നിൽ നിൽക്കുന്നവളെ കാണെ എന്തെന്നൊരു ചോദ്യത്തോടെ തലയനക്കി. വെള്ളം. യാമി അവന് നേർക്ക് വെള്ളം നീട്ടി. എനിക്ക് വെള്ളം വേണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. ശിവ അവളെ നോക്കി തല തോർത്തിക്കൊണ്ട് ചോദിച്ചു. അമ്മ പറഞ്ഞതാ, ഇത് പിടിക്ക്. യാമി അവൻ്റെ കയ്യിലേക്ക് ആ ബോട്ടിൽ മുട്ടിച്ചുകൊണ്ട് പറഞ്ഞു. ആരുടെ അമ്മ? എന്ത് പറഞ്ഞു? ശിവ ബോട്ടിൽ വാങ്ങാതെ പോലീസ് സ്റ്റേഷനിൽ എന്ന പോലെ അവളെ ചോദ്യം ചെയ്തു. അവൻ്റെ ആ നിൽപ്പും ഭാവവും യാമിക്ക് ശരിക്ക് ദേഷ്യം വന്നു. അവൾ അവനെ നോക്കി കണ്ണുരട്ടി. ചെവി കേൾക്കില്ലേ? ശിവ അതൊന്നും കാണുന്നേ ഇല്ല എന്നൊരു ഭാവത്തിൽ നിന്നു. അല്പ അഹങ്കാരവും കുറച്ച് കൂടുതൽ പുച്ഛവും ഒക്കെയുള്ള അവൻ്റെ ആ നിൽപ്പ് യാമി പല്ല് ഞെരിച്ചു പോയി. ഒന്നും മിണ്ടാതെ നിൽക്കുന്നവളെ കാണെ ആ ബോട്ടിൽ വാങ്ങാതെ ശിവ തിരിഞ്ഞ് അവൻ്റെ ബെഡിനടുത്തേക്ക് നടന്നു. ശിവയുടെ അമ്മ പറഞ്ഞു, പാലില്ല മോളെ, തൽക്കാലം ഈ ചൂടുവെള്ളവുമായി ശിവയുടെ അടുത്തേക്ക് ചെല്ലേ എന്ന്. അതാ ഞാൻ ഈ വെള്ളവുമായി വന്നത്. പല്ല് ഞെരിക്കുന്നതിനോടൊപ്പം ശിവയെ നോക്കി ചിരിച്ചുകൊണ്ട് യാമി പറഞ്ഞു. പാലോ? ശിവ സംശയത്തോടെ അവളെ നോക്കി. ആദ്യ രാത്രിയിൽ എല്ലാ ഭാര്യമാരും പാലും കൊണ്ടല്ലേ വരിക. ഇവിടെ പാലില്ല ശിവ. യാമി ഒരു നാണത്തോടെ ആ റൂമിലേക്ക് കടന്നതും ശിവയെ അവളെ എന്തോ വശപ്പിച്ച കൂട്ടല്ലോ എന്നൊരു ഭാവത്തിൽ ചുഴിഞ്ഞു നോക്കി. തൽക്കാലം ഈ വെള്ളം കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യും.
കയ്യിലെ വെള്ളത്തിൻ്റെ ബോട്ടിൽ റൂമിലെ സാഡ് ടേബിളിൽ വെച്ചുകൊണ്ട് ശിവയെ നോക്കി അതിൽ ചാഞ്ഞു നിന്നുകൊണ്ട് യാമി പറഞ്ഞു. ഓ, അപ്പോൾ പൊന്നുമോളെന്നെ വെള്ളം കുടിപ്പിക്കാമെന്ന് കരുതിയിട്ടാണോ ഈ നട്ടപ്പാതിരാക്ക് ഇങ്ങോട്ട് എഴുന്നള്ളിയത്? യാമിയുടെ ആ സംസാരം ഒട്ടും ഇഷ്ടമായില്ലെങ്കിലും സച്ചു അവളെ പിണയ്ക്കേണ്ട എന്നത് പറഞ്ഞതോർക്കെ തല ഒന്നുകൂടെ തുടച്ചുകൊണ്ടവൻ അലസമായി ചോദിച്ചു. ഏയ്, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇനി ശിവയ്ക്ക് ഇത്തിരി വെള്ളം കുടിച്ചേ ഒക്കൂ എന്നാണെങ്കിൽ കുടിപ്പിക്കുന്നതിൽ എനിക്ക് വിരോധവുമില്ല. കൈ പിണച്ച് സൈഡ് ടേബിളിലേക്ക് ചാഞ്ഞു നിന്ന് ശിവയെ നോക്കിക്കൊണ്ട് യാമി പറഞ്ഞതും ശിവ ആ പറഞ്ഞത് നടന്നത് തന്നെ ഒരു ഭാവത്തിൽ, ഒരു താളത്തിൽ തലയാട്ടി. എന്താ ശിവരുദ്ധിന് മറുപടിയൊന്നും പറയാനില്ലേ? കടിച്ചു കീറേണ്ട സമയം കഴിഞ്ഞല്ലോ. ശിവ ദേഷ്യപ്പെടേണ്ട സമയം അതിക്രമിച്ചല്ലോ എന്ന് കണ്ടതും യാമി ചോദ്യത്തോടെ അവനെ നോക്കി. ഒരു മുണ്ടും വെള്ള ബനിയനുമാണ് അവൻ്റെ വേഷം. കുളിച്ചിറങ്ങിയ പാടെ ധരിച്ചത് കൊണ്ട് തന്നെ ബനിയൻ ചെറുതായി നനഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനിയും വെള്ളം തോരാത്ത തലമുടിയും ഒതുക്കമില്ലാതെ കിടക്കുന്ന താടി രോമങ്ങളും. കാരണം പുകച്ചൊന്ന് തരാനും ഒരൊറ്റ ചവിട്ടിനെ റൂമിൽ നിന്ന് പുറത്തേക്ക് തള്ളാനും എനിക്കധികം സമയമൊന്നും വേണ്ട. എന്നിട്ട് ഞാനിങ്ങനെ മിണ്ടാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ ഭാഗ്യം. നല്ല പോലെയാണെങ്കിൽ ഞാനും നല്ലതാ മോളെ. അതല്ല ഉടക്കാനാണ് യാമി രവീന്ദ്രൻ്റെ ഭാവമെങ്കിൽ അത് നിൻ്റെ നല്ലതിനാവില്ല. അതുകൊണ്ട് മോള് ചെന്ന് കിടന്നുറങ്ങ. മറ്റവൻ്റെ കയ്യിൽ നിന്ന് കുറേ വാങ്ങിക്കൂട്ടിയതല്ലേ. ആദ്യ രാത്രി ആഘോഷിക്കാനുള്ള കരുത്തൊന്നും ഇപ്പം ഈ ബോഡിക്കില്ല. ആവട്ടെ, ആവുമ്പോൾ ചേട്ടൻ നല്ലൊരുത്തനെ തപ്പി കെട്ടിച്ചു വിടുന്നുണ്ട്. തല തോർത്തിയ മുണ്ട് ഹാങ്കറിൽ കൊളുത്തി വെക്കുന്നതിനോടൊപ്പം ശിവ ഒരു താളത്തിൽ പറഞ്ഞു. ഓ, അപ്പോൾ ഭാര്യയെ വേറെ കെട്ടിച്ചു വിടാനാണ് മോൻ്റെ പ്ലാൻ അല്ലേ? ശിവയെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കണം എന്ന് തന്നെ തോന്നി യാമിക്ക്. നിന്നോട് ഞാൻ മലയാളത്തിലല്ലേടി കാര്യങ്ങൾ പറഞ്ഞത്. പിന്നെയും ഒരുമാതിരി ചൊറിഞ്ഞ വർത്താനം കൊണ്ട് വന്ന എൻ്റെ വിധം മാറും. പറഞ്ഞില്ലെന്ന് വേണ്ട. മനുഷ്യനെ മെനക്കെടുത്താൻ ഓരോന്ന് കുറ്റും പറിച്ച് എഴുന്നള്ളിക്കോളും. ഏത് നേരത്താണോ ഇതിനെയൊക്കെ? യാമി കരുതിയതുപോലെ തന്നെ അവളോട് ആ ചോദ്യത്തിൽ ശിവയ്ക്ക് ചെറുതായി ദേഷ്യം വന്നു. വായിൽ വന്ന നല്ല വാക്കൊക്കെ എന്തോ അവൻ അവളെ നോക്കി പറയാതെ പെറുപെറുത്തു. ശിവ ശരിക്കും പഠിച്ചതൊക്കെ അമേരിക്കയിൽ തന്നെ ആയിരുന്നോ? അതോ അമേരിക്ക എന്ന് പറഞ്ഞിട്ട് വേറെ വല്ലയിടത്തും പോയോ? അല്ല, മലയാളത്തിൽ നല്ല പിടിപാടുണ്ട്, അതാ ചോദിച്ചത്. അവൻ്റെ ദേഷ്യവും വായിൽ വരുന്ന വർത്താനവും കാണി യാമി ഒരു ഈർഷ്യത്തോടെ ചോദിച്ചു. അമേരിക്കയിൽ പോയി പഠിച്ചവർക്ക് മലയാളത്തിൽ പിടിപാടുണ്ടാവാൻ പാടില്ലെന്നുണ്ടോ? ശിവ ആ ചോദ്യത്തോടെ അവളെ നോക്കി. യാമി അവൻ്റെ കണ്ണിലേക്ക് നോക്കി നിന്നു. വല്ലാത്ത ദേഷ്യമാണിപ്പോൾ അവൻ്റെ മുഖത്ത്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, യാമി അതേ നിൽപ്പ് നിന്നുകൊണ്ട് പറഞ്ഞു. പിന്നെ എന്താണാവ മാമി പറഞ്ഞത്? ശിവ കൊഞ്ഞനം കുത്തിക്കൊണ്ട് ചോദിച്ചു. ദേ ശിവ, എന്നെ ഇനി അങ്ങനെ വിളിക്കരുത്. മാമി എന്നുള്ള അവൻ്റെ വിളിയിൽ യാമി ദേഷ്യത്തോടെ പറഞ്ഞു. എനിക്ക് തോന്നിയത് വിളിക്കും. അനങ്ങനെ വിളിക്കാതിരിക്കണമെങ്കിൽ ഇങ്ങോട്ട് സംസാരിക്കാൻ വരാഞ്ഞാൽ മതി. ശിവ ബെഡിലേക്ക് കിടന്നുകൊണ്ട് അവളോട് പറഞ്ഞു. അങ്ങനെ നിനക്ക് തോന്നിയത് വിളിക്കാൻ ഞാൻ നിൻ്റെ ഭാര്യയൊന്നും അല്ലല്ലോ, ആണോ? യാമി ചോടിയോടെ ചോദിച്ചു. അല്ല, നീ എൻ്റെ ആരുമല്ല, ഒരിക്കലും ആരും ആവുകയുമില്ല. അതുകൊണ്ട് നട്ടപ്പാതിരാക്ക് ആണൊരുത്തൻ്റെ റൂമിൽ കിന്നരിച്ച് നിൽക്കാതെ പോയി കിടന്നുറങ്ങടി. ശിവ അല്പം കടുപ്പത്തിൽ തന്നെ പറഞ്ഞു. ഓ, ഒരു വലിയ ആണൊരുത്തൻ വന്നേക്കുന്നു. നാണോ ഇല്ലേ മോനെ ഇങ്ങനെ സ്വപ്നം പൊക്കി പറയാൻ? ശിവയുടെ ദേഷ്യം കാണാൻ അവനെ കൂടുതൽ ചൊടിപ്പിക്കാനാണ് യാമിക്ക് തോന്നിയത്. പൊന്നുമോളെ വേണ്ട, വെറുതെ എന്നെ ചൊറിയാൻ വരണ്ട. ദേഷ്യം വന്നാൽ പിന്നെ പെണ്ണാണെന്നൊന്നും ഞാൻ നോക്കില്ല, പറഞ്ഞേക്കാം. ഉറങ്ങാൻ കിടന്നവൻ ഇനിയും ഇറങ്ങിപ്പോകാതെ കൊമ്പ് കോർക്കാൻ നിൽക്കുന്നവളെ കാണി ദേഷ്യത്തോടെ കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. ആഹാ, അത് നീ മാത്രമല്ല, ഞാനും അങ്ങനെ തന്നെ. പെട്ടെന്ന് എണീറ്റ് ശിവയെ കാണെ പേടിയോടെ പിന്നോട്ട് നിന്നുകൊണ്ട് യാമിയും അതേ ചൊടിയോടെ പറഞ്ഞു. എന്നാൽ അതൊന്ന് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. ശിവ മുണ്ട് മുറുക്കിയെടുത്ത് യാമിക്ക് നേരെ നടന്നു. അയ്യോ, യാമി ഒറ്റ കുതിപ്പിൽ റൂമിന് പുറത്തേക്കോടി. ഡീ, ശിവ ദേഷ്യത്തോടെ വിളിച്ചു. പോടാ. യാമി തിരിഞ്ഞു നോക്കാതെ വിളിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നതും ബാൽക്കണിയിൽ നിന്നും അകത്തേക്ക് വന്ന അബിയുടെ നെഞ്ചോരം ഇടിച്ച് നിന്നുപോയി. എന്താ യാമി പ്രശ്നം? യാമിക്ക് പിന്നാലെ വന്ന ശിവ അവൻ്റെ റൂമിൻ്റെ വാതിൽക്കൽ കലിയോടെ നിൽക്കുന്നത് നോക്കി അബി ഒരു കാര്യഭാവത്തിൽ ചോദിച്ചു. ഒന്നുമില്ല അബിയേട്ടാ. യാമി ശിവയെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചെറിയൊരു കിതപ്പോടെ പറഞ്ഞു. അബി എന്നിട്ടും സംശയം മാറാതെ ശിവയെ ഉറ്റുനോക്കി. ശിവയാകട്ടെ യാമിയെ നോക്കി ദഹിപ്പിക്കുന്ന തിരക്കിലാണ്. അവൻ എന്തെങ്കിലും പ്രശ്നത്തിന് വന്നോ? അടുത്ത് നിൽക്കുന്ന യാമിയോട് അത്രയും ചേർന്ന് നിന്നുകൊണ്ട് അബി കാര്യമായി ചോദിച്ചു. അതേടാ, എനിക്കതാണല്ലോ ഇവിടെ ജോലി. ശിവ അബിയെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. ഒന്നുമില്ല അബിയേട്ടാ, ഞങ്ങൾ വെറുതെ സംസാരിച്ച് നിന്നതാ, വേറെ പ്രശ്നമൊന്നുമില്ല. താൻ കാരണം അവർക്കിടയിൽ ഒരു പ്രശ്നം വരുമോ എന്ന് ഭയന്ന് യാമി അബിയുടെ കയ്യിൽ മെല്ലെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ടും അബി ദേഷ്യത്തോടെ ശിവയെ നോക്കി.
ശിവയാണെങ്കിൽ ഇപ്പോഴും യാമിയെയാണ് നോക്കി നിൽക്കുന്നത്. മര്യാദയ്ക്ക് ഉറങ്ങാൻ കിടന്ന തന്നെ ഓരോന്ന് പറഞ്ഞു ചൊറിഞ്ഞവൾ. ആ ഒരു ദേഷ്യമാണ് അവൻ്റെ മുഖത്ത്. എന്താ ഏട്ടാ? കീരിയും പാമ്പും പോലെ നിൽക്കുന്ന അഭിയെയും ശിവയെയും കണ്ടുകൊണ്ടാണ് കുഞ്ഞോൾ അവളുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നത്. മനുഷ്യരോട് കുറച്ച് മാന്യമായി പെരുമാറാൻ നീ ഇനി എന്നാ രുദ്ര പഠിക്കുന്നേ? കുറച്ചെങ്കിലും മാന്യത കാണിച്ചൂടെ നിനക്ക്? അഭി സ്വല്പം ദേഷ്യത്തോടെ ശിവയെ നോക്കി ചോദിച്ചു. എനിക്ക് സൗകര്യമല്ല, നീ എന്തു ചെയ്യും? ശിവ ചോദിക്കുന്നതിനൊപ്പം അഭിയുടെ തൊട്ടു മുന്നിലേക്ക് കയറി നിന്നതും കുഞ്ഞോൾ അവനെ പിന്നോട്ട് വലിച്ചു. നിനക്ക് മാത്രമല്ല എന്തെങ്കിലും ചെയ്യാൻ അറിയുന്നത്, എനിക്കും അറിയാം. ഇടയ്ക്കത് ഓർക്കുന്നത് നല്ലതാ. അഭിയും ദേഷ്യത്തോടെ മുന്നോട്ട് വന്നു. ശിവയുടെ കണ്ണിൽ ആളുന്ന കോപം കാണി യാമി അവൾ പോലും അറിയാതെ അഭിയെ പിന്നോട്ട് വലിച്ചു നിർത്താൻ ശ്രമിച്ചു. എന്നാ വാടാ, ചെയ്യടാ. കുഞ്ഞോളെ പിടിച്ചു മാറ്റി ശിവ കലിയോടെ മുന്നോട്ട് വന്നു. ശിവ വേണ്ട പ്ലീസ്. താൻ കാരണം അവർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയാണോ എന്ന പേടിയിൽ അഭിയെ പിന്നോട്ട് വലിച്ചുകൊണ്ട് യാമി പരിഭ്രമത്തോടെ പറഞ്ഞു. അങ്ങനെ കെഞ്ചൊന്നും വേണ്ട യാമി, അവനൊന്നും ചെയ്യില്ല. അങ്ങനെ ചെയ്യാൻ അപ്പേട്ട വേണ്ട, ഒന്നും പറയണ്ട. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല, വെറുതെ സംസാരിച്ച് നിന്നതാ. പ്ലീസ്, ഞാൻ കാരണം നിങ്ങൾ തമ്മിലൊരു വഴക്കാവല്ലേ. യാമി അഭിയെ അല്പം ബലമായി പിടിച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു. അപ്പോഴും അവളുടെ കണ്ണുകൾ ചോര തിളക്കും പോലെ ദേഷ്യം തുടിച്ചു നിൽക്കുന്ന ശിവയുടെ മുഖത്തായിരുന്നു. എന്തിനാ വെറുതെ അഭിയേട്ടനോട് വഴക്കിന് പോകുന്നേ, അതും യാമിയുടെ മുന്നിൽ വെച്ചൊക്കെ? വാ വന്നേ. കലിയോടെ നിൽക്കുന്ന ശിവയെ തിരികെ റൂമിലേക്ക് കയറ്റിക്കൊണ്ട് കുഞ്ഞോള് ചോദിച്ചു. ഞാനൊന്നിനും പോയില്ല, ആ തലതെറിച്ചവളെ ഇങ്ങോട്ട് വന്നത്. കിട്ടട്ടെ, എൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ഞാൻ. തിരികെ റൂമിലേക്ക് കയറിയവൻ ദേഷ്യത്തോടെ പറഞ്ഞു. ആര്? യാമിയോ? കുഞ്ഞോളൊരു അത്ഭുതത്തോടെ ഏട്ടനെ നോക്കി. ആ, കോമി തന്നെ. മര്യാദയ്ക്ക് കിടന്ന എന്നെ അവളാ വെറുതെ. അല്ല, അവളുടെ കാര്യത്തിൽ ഇവനെന്തിനാ ഇങ്ങനെ ബോഡി ഗാർഡ് ചമയുന്നത്? എനിക്കതാ മനസ്സിലാവാത്തത്. ശിവ കുഞ്ഞോളെ നോക്കി ചോദിച്ചു വെറിയോടെ അവൻ്റെ ബെഡിലേക്കിരുന്നു. ഏട്ടൻ എന്തിനാ വെറുതെ യാമിയെ ഓരോന്ന് പറയുന്നത്? അതല്ല അഭിയേട്ടന് ദേഷ്യം വരുന്നേ. ഞാൻ പറഞ്ഞില്ലേ, യാമിയെ അച്ഛനും അഭിയേട്ടനും ഒക്കെ വലിയ കാര്യമാണ്. കുഞ്ഞോൾ അവൻ്റെ അടുത്തേക്ക് ഇരുന്നു പറഞ്ഞു. അതിന് ഞാൻ എന്ത് വേണം? അവർക്ക് കാര്യമാണെങ്കിൽ തലയിൽ ഏറ്റുകൊണ്ട് നടക്കാൻ പറ, അല്ലാതെ എൻ്റെ തലയിൽ കയറാൻ വരണ്ട. ശിവ കുഞ്ഞോളെ നോക്കി കലയോടെ പറഞ്ഞു. അതൊരു പാവം കുട്ടിയേട്ടാ, വെറുതെ എന്തിനാ അവളോട് ദേഷ്യം കാണിക്കുന്നേ? കുഞ്ഞോൾ അലിവോടെ പറഞ്ഞു. പിന്നെ പാവം, വേറെ ആരെയും കണ്ടില്ല. ശിവ ഒരു കളിയാക്കലോടെ പറഞ്ഞു. പാവം തന്നെയാ, അതിൻ്റെ കഥയൊക്കെ ഏട്ടനും അറിയില്ലേ ഇപ്പോൾ? എന്നിട്ടും പാവം തോന്നിയില്ലേ? ദേ കുഞ്ഞോളെ, നീ വേറെ വല്ലതും പറ, അല്ലെങ്കിൽ എടുക്കാൻ വന്നത് എടുത്തിട്ട് പോകാൻ നോക്ക്. അവളുടെ മേന്മ കേട്ടിരിക്കാൻ തൽക്കാലം എനിക്ക് താല്പര്യമല്ല. അല്ല പിന്നെ, ഒരു പാവം വന്നിരിക്കുന്നു. അവൾ വാ തുറന്നത് കണ്ടിട്ടില്ല നീയൊന്നും. അതാ ഈ പാവം പറച്ചിൽ. കുറച്ച് കഴിയട്ടെ, അപ്പോൾ അറിയാം ആ പാവത്തിനെ കുറിച്ച്. ശിവ ബെഡിലേക്ക് കിടന്നുകൊണ്ട് ആരോടെന്നില്ലാതെ പറഞ്ഞതും താനെന്ത് പറഞ്ഞാലും യാമിയെക്കുറിച്ചുള്ള ഈ അഭിപ്രായം ഏട്ടനിനി മാറ്റില്ലെന്ന് കുഞ്ഞോൾക്ക് മനസ്സിലായി. അവൾ മെല്ലെ അവിടുന്ന് എണീറ്റുകൊണ്ട് ആ റൂം മുഴുവനൊന്ന് നോക്കി. അവിടെ ആ മേശവലിപ്പിലുണ്ട്. കണ്ണടച്ച് കിടന്നവൻ പെട്ടെന്ന് പറഞ്ഞതും കുഞ്ഞോളൊരു പരിഭ്രമത്തോടെ ഏട്ടനെ നോക്കി. എന്ത്? അവളൊന്നും അറിയാത്ത പോലെ ചോദിച്ചു. നീ തിരയുന്ന സാധനം ആ മേശവലിപ്പിലുണ്ട്, എടുത്തു പോകാൻ നോക്കൂ കുഞ്ഞോളെ. പോകുമ്പോൾ ആ വാതിലും ഒന്ന് അടച്ചേക്ക്. ശിവ ഒരു പുതപ്പെടുത്ത് പുതച്ചുകൊണ്ട് പറഞ്ഞു. ഞാനതൊന്നുമല്ല നോക്കിയത്, അവളൊരു ചമ്മലോടെ പറഞ്ഞു. അതെനിക്ക് മനസ്സിലായി, എൻ്റെ മോള് ചെല്ല്. ശിവ മെല്ലെ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇനിയും ഏട്ടൻ്റെ മുന്നിൽ അങ്ങനെ നിൽക്കാനാവില്ലെന്ന് തോന്നിയതും മേശവലിപ്പിൽ നിന്നും സച്ചുവിൻ്റെ കത്തെടുത്ത് കൊണ്ടവൾ വേഗം പുറത്തേക്ക് നടന്നു കഴിഞ്ഞിരുന്നു. ബാൽക്കണിയിൽ ഇരിക്കുകയായിരുന്ന അഭിയും യാമിയും കുഞ്ഞോള് റൂമിലേക്ക് പോകുന്നത് കാണുന്നുണ്ട്. രുദ്രൻ, അവൻ അങ്ങനെ ഒരു ഫ്രണ്ട്ലി ടൈപ്പ് അല്ല യാമി. സംസാരവും പെരുമാറ്റവുമൊക്കെ അല്പം റൂഡാ. താൻ മറ്റൊന്നും ചിന്തിക്കേണ്ട. നിന്നോടെന്നല്ല, ഇവിടെ എല്ലാവരോടും അവൻ ഇങ്ങനെ തന്നെയാ. റൂമിലേക്ക് പോകുന്ന കുഞ്ഞോളെ നോക്കി അരികെ ഇരിക്കുന്ന യാമിയെ നോക്കിക്കൊണ്ട് അഭി പറഞ്ഞു. എനിക്കറിയാം അഭിയേട്ടാ, ശിവനെ ഒന്നും പറഞ്ഞില്ല. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോയി ചൊറിഞ്ഞതാ. യാമി ഒരു ചിരിയോടെ അഭിയെ നോക്കി. അത് കള്ളം. അഭി അവളെ നോക്കി ഒരു മുറു ചിരിയോടെ പറഞ്ഞു. അല്ലെന്നേ, സത്യമായിട്ടും. യാമി അതേ ചിരിയോടെ പറഞ്ഞു. എന്നാൽ ഇനി ആ പരിപാടിക്ക് പോണ്ടാട്ടോ. താൻ തമാശയ്ക്ക് പറയുന്നതാണെന്ന ബോധമൊന്നും അവനുണ്ടാവില്ല. ദേഷ്യം വന്നാൽ പിന്നെ കണ്ണ് കാണില്ല. അത് താനായാലും ഞാനായാലും. അഭി ഒരു ചിരിയോടെയാണെങ്കിലും അത്രയും കാര്യമായി തന്നെ പറഞ്ഞു. അഭേട്ടന് ശിവയുടെ കയ്യിൽ നിന്ന് തല്ല് കിട്ടിയിട്ടുണ്ടോ? യാമി കണ്ണുറുക്കി ഒരു ചിരിയോടെ ചോദിച്ചു.
എനിക്കോ? ഏയ്, ഇന്നേ വരെ എനിക്ക് ആ ഭാഗ്യം കൈവന്നിട്ടില്ല. പക്ഷെ നമ്മുടെ അച്ഛന് കിട്ടിയിട്ടുണ്ട്, കണക്കിന് കിട്ടിയിട്ടുണ്ട്. യാമിയുടെ ചോദ്യത്തെ ഒരു തമാശയായി തന്നെ കണ്ട് അഭി മറുപടി പറഞ്ഞു. അജേട്ടനോ? എന്തിന്? യാമി ചെറിയ ഞെട്ടലോടെ ചോദിച്ചു. അത് സച്ചുവിന് വേണ്ടിയാ തല്ലിയത്. ശിവ ഇങ്ങനെ ഒരു കാര്യബോധമില്ലാതെ നടക്കല്ലേ. അതാ സച്ചുവിനൊപ്പം കൂടിയതിൽ പിന്നെയാണെന്ന അവൻ്റെ വാദം. അവൻ്റെ മാത്രമല്ല, എനിക്കും തോന്നിയിട്ടുണ്ട് ശിവയെ വെടക്കാക്കുന്നത് ആ സച്ചു തന്നെയാണെന്ന്. ഒരു ദിവസം അജു സച്ചുവിനെ കണ്ട് മേലാൽ ശിവയുടെ കൂടെ നടക്കരുത് എന്നൊരു ചെറിയൊരു ഉപദേശം കൊടുത്തു. സത്യം പറയാലോ, ഉപദേശിച്ചതേ ഓർമ്മയുള്ളൂ. അബി ഒരു ചിരിയോടെ പറഞ്ഞതും യാമിയും ചിരിച്ചുപോയി. അപ്പോൾ ശരിക്ക് കിട്ടിയല്ലേ? അവൾ ചിരിയോടെ ചോദിച്ചു. പിന്നില്ലേ, ഇടത്തെ കയ്യിലെ സ്റ്റീൽ കമ്പി ഇതുവരെ അയച്ചിട്ടില്ല. ശിവ രാവിലെ ഉറക്കം ഉണർന്നതേ താഴെ നിന്നുള്ള സംസാരം കേട്ടാണ്. ഇനിയും ഉണരാൻ മടിച്ചവൻ പുതപ്പൊന്നുകൂടെ തല വഴിയിട്ടിട്ട് കിടന്നു നോക്കിയെങ്കിലും ഉറങ്ങാൻ കഴിഞ്ഞില്ല. പിന്നെ മെല്ലെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി താടിയും മുടിയുമൊക്കെ ഒതുക്കി താഴേക്കിറങ്ങി. ഞാൻ നിൽക്കാന്ന് പറഞ്ഞതാ സുഭദ്രാമേ, അത് ഞാൻ കേൾക്കേണ്ടേ? ഒന്നാമത് സഹായത്തിന് ആ പയ്യൻ കൂടെയുള്ളത് കൊണ്ടാണേ, അല്ലെങ്കിൽ ഞാൻ തന്നെ നിൽക്കേണ്ടി വന്നേനെ. ഇതിപ്പോൾ അവനുള്ളത് കൊണ്ട് എനിക്കിങ്ങും വരാനായി. കയ്യിലെ ബാഗുമായി അടുക്കളയിലേക്ക് നടക്കെ സരസ്വതിയമ്മ ഉച്ചത്തിൽ പറയുന്നുണ്ട്. ഒത്തിരി നാൾ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് സരസ്വതി. ശേഖരേട്ടൻ ഇന്ന് അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. സരസ്വതിയമ്മയുടെ പിന്നാലെ വന്ന് സുഭദ്രാമ്മ ചോദിച്ചു. ഓ, അതിപ്പോൾ പ്ലാസ്റ്റർ ഇട്ടതല്ലേ സുഭദ്രാമേ, 1.5 മാസം എന്തായാലും റെസ്റ്റ് വേണ്ടി വരും. 1.5 മാസം റെസ്റ്റ് എന്ന് പറഞ്ഞാൽ കെട്ടിയവനെ വീട്ടിൽ തനിച്ചാക്കി ഇങ്ങോട്ടേക്ക് ഓടി വരാൻ അത്രയും നല്ലൊരു ഭാര്യയ്ക്ക് കഴിയും. താഴേക്ക് ഇറങ്ങി വന്ന ശിവ സരസ്വതിയമ്മയുടെ സംസാരം കേൾക്കെ ചെറിയൊരു പരിഹാസത്തോടെ പറഞ്ഞു. ആ പറഞ്ഞത് ഒട്ടും ഇഷ്ടമാകാത്ത സരസ്വതിയമ്മ അവനെ ഇഷ്ടക്കേടോടെ ഒന്ന് നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. എന്തേ, പറഞ്ഞത് പിടിച്ചില്ലേ? സരസ്വതിയമ്മയുടെ നോട്ടം കാണെ ശിവ അവരുടെ കവളിലൊന്ന് നുള്ളിക്കൊണ്ട് അടുക്കളയിലേക്ക് കയറി കഴിക്കാൻ എന്താ ഉള്ളതെന്ന് നോക്കി. നീ ഇരിക്കു ശിവ, അമ്മ എടുത്തു തരാം. ശിവയുടെ സംസാരവും സരസ്വതിയമ്മയുടെ മുഖവീർപ്പിക്കലും കാണെ ഒരു ചിരിയോടെ സുഭദ്രാമ്മ പറഞ്ഞു. ഇടിയപ്പം നിറച്ചു വെച്ച പാത്രത്തിൽ നിന്നും ഒരപ്പം എടുത്ത് വായിലേക്ക് ഇടുന്നതിനൊപ്പം തന്നെ ഇഷ്ടക്കേടോടെ നോക്കുന്ന സരസ്വതിയമ്മ ഇടുപ്പ് വെച്ചൊന്നും മെല്ലെ തള്ളിക്കൊണ്ടവൻ കഴിക്കാനായി ഇരുന്നു. കുഞ്ഞോൾ എന്തിയെ സുഭദ്രാമേ? ശിവ ഒന്നുകൂടെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് സരസ്വതിയമ്മ സുഭദ്രാമയെ നോക്കി ചോദിച്ചു. അവൾക്കെന്തോ തയ്ക്കാനുണ്ടെന്ന് പറഞ്ഞ് താഴത്തെ ആ കുട്ടിയുടെ അടുത്തേക്ക് പോയതാ. കൂടെ അമ്മയും പോയിട്ടുണ്ട്. ശിവയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം വിളമ്പിക്കൊണ്ട് സുഭദ്രാമ്മ പറഞ്ഞു. കുഞ്ഞോൾ അങ്ങോട്ട് പോയോ എന്നൊരു സംശയത്തിൽ ശിവയൊന്ന് നെറ്റി ചുളിച്ചെങ്കിലും അവരുടെ സംസാരം കേട്ട് സ്വാഭാവിക ഭാവത്തിലിരുന്ന് ഭക്ഷണം കഴിച്ചു. നാട്ടിൽ പോയി വന്ന വിശേഷങ്ങൾ ഓരോന്നും സരസ്വതിയമ്മ സുഭദ്രാമ്മയോട് പറയുമ്പോൾ മനഃപൂർവ്വം അവരെ ചൊടിപ്പിക്കാനായി ശിവ എന്തെങ്കിലും കൊനിഷ്ട് പറയും. അത് കേൾക്കുമ്പോൾ സരസ്വതിയമ്മയുടെ കണ്ണുകൾ അവന് നേരെ കൂർക്കും. അസലൊരു ചിരിയോടെ അവൻ ആ നോട്ടത്തെ നേരിടും. ഇടയ്ക്ക് എപ്പോഴോ ഫോണിലൊരു മെസ്സേജ് വന്നതും അവനത് നോക്കി. സച്ചുവിൻ്റെ മെസ്സേജാണ്. തേക്കിൻ കാർഡ് എന്ന് മാത്രം പറഞ്ഞുള്ളൊരു മെസ്സേജ്. ശിവ നെറ്റി ചുളിച്ച ആ മെസ്സേജിലേക്ക് തന്നെ കുറച്ചു നേരം നോക്കി നിന്നു. പിന്നെ വേഗം കഴിച്ചെണീച്ച് കൈ കഴുകി സരസ്വതിയമ്മയുടെ സാരി തൽപ്പിൽ മുഖം തുടച്ച് അടുക്കള വഴി അല്പം ധൃതിയിൽ തന്നെ ഇറങ്ങി നടന്നു. എങ്ങോട്ടാ ശിവ നീ? അച്ഛനെ നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നു. ധൃതിയിൽ ഇറങ്ങിയവനെ കാണെ സുഭദ്രാമ്മ വിളിച്ചു പറഞ്ഞു. ശിവ അത് കേട്ടെങ്കിലും യാതൊരു മറുപടിയും പറയാതെ മുന്നോട്ട് നടന്നു. മുകളിലെ നിലയിൽ തൻ്റെ റൂമിൽ നിൽക്കുകയായിരുന്ന അഭി അമ്മയുടെ സംസാരം കേട്ടാണ് ജനൽ വഴി പുറത്തേക്ക് നോക്കിയത്. മുണ്ട് മടക്കി കുത്തി തെങ്ങിൻ തോപ്പിനിലൂടെ നടന്നു പോകുന്ന ശിവയെ കണ്ടതും അവൻ അങ്ങോട്ട് തന്നെ നോക്കി നിന്നു. എന്നാൽ ശിവയുടെ അരികിലേക്ക് നിറഞ്ഞ പുഞ്ചിരിയോടെ നടന്നു വരുന്നവളെ കണ്ടതും അവൻ്റെ കണ്ണുകളൊന്ന് ചുരുങ്ങി. എന്താടി, നേരം വൈകിയോ? ചിരിയോടെ അരികിലേക്ക് വരുന്ന പാറുവിനെ കാണാൻ ശിവ ചോദിച്ചു. കുറച്ച് വൈകി ശിവേട്ടാ. പാറു ചിരിയോടെ അവന് മുന്നിൽ വന്ന് നിന്നു. കോളേജിലേക്ക് പോകുന്ന വഴിയാണവൾ. തോളിൽ കോളേജ് ബാഗും കയ്യിലൊരു ചെറിയ ചോറ്റുപാത്രവും ഉണ്ട്. എന്നാൽ പിന്നെ നിനക്ക് ആ ഷാപ്പ് വഴി പോയിക്കൂടായിരുന്നോ? ദിനേശൻ്റെ ജീപ്പുണ്ടാവുമല്ലോ. അതുവഴി പോയാൽ പിന്നെ ഇതെങ്ങനെ തരും? കയ്യിലെ ചോറ്റുപാത്രം ശിവയ്ക്ക് നേരെ നീട്ടി ചിരിയോടെ അവൾ ചോദിച്ചു. ഇതെന്താ? ശിവ ആ ചോറ്റുപാത്രം വാങ്ങിക്കൊണ്ട് ചോദിച്ചു. ജനൽ വഴി അഭി അവരെ അത്രയും കാര്യമായി നിരീക്ഷിക്കുന്നുണ്ട്. തുറന്നു നോക്ക്, ഞാൻ ഉണ്ടാക്കിയതാ. അവിടെ വെച്ചാൽ ഏട്ടൻ തന്നെ മുഴുവൻ തിന്നു തീർക്കും. അതാ കയ്യോടെ തിന്നിട്ട് പോകാമെന്ന് കരുതിയത്. ഒരു വെള്ള മുണ്ടും കരിനീല ഷർട്ടും ഇട്ട് തീർത്തും കാര്യഭാവത്തിൽ നിൽക്കുന്ന ശിവയുടെ പൗരുഷം നിറഞ്ഞ മുഖത്തേക്കാണ് അവളുടെ കണ്ണുകൾ നോട്ടം വീഴുന്നത്.
ഹൃദയത്തിലൊരിഷ്ടം അവൾക്ക് അവനോടുണ്ട്. അത് പ്രണയമാണോ അല്ലേ എന്നത് ഇനിയും വ്യക്തമാകുന്നില്ല. എന്നാൽ എന്നെ വിളിച്ചൂടായിരുന്നോ? ഞാൻ നേരത്തെ വന്നേനല്ലോ. ചോറ്റുപാത്രത്തിൽ നിന്നും ഒരു കൊഴുക്കട്ട എടുത്ത് കഴിച്ചുകൊണ്ട് അവൻ അവളോട് ചോദിച്ചു. അതിന് വിളിച്ച ഫോൺ എടുക്കണ്ടേ? ഞാൻ എത്ര തവണ വിളിച്ചു? പാറു കുഞ്ഞൊരു പരിഭവത്തോടെ അവനെ നോക്കി. നീ വിളിച്ചോ? ഞാൻ കേട്ടില്ലല്ലോ. അല്ല, അവൻ അവിടെയുണ്ടോ? പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് പാറു വിളിച്ചിരുന്നു എന്നൊന്ന് നോക്കിക്കൊണ്ടവൻ അവളോട് ചോദിച്ചു. ഏട്ടൻ രാവിലെ തന്നെ എങ്ങോട്ടോ ഒരുങ്ങിയിറങ്ങി പോയല്ലോ. ശിവനോട്ട് പറഞ്ഞില്ലേ? പറഞ്ഞു. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. കുഞ്ഞോൾ അങ്ങോട്ട് വന്നോ? ശിവ ഒരെണ്ണം കൂടി എടുത്ത് കഴിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. ഇല്ല, എന്തേ? പാറു സംശയത്തോടെ അവനെ നോക്കി. ഏയ്, ഒന്നുമില്ല. നിന്നെ ഞാൻ കൊണ്ടുവിടണോ അതോ ബസ്സുണ്ടോ ഇപ്പോൾ? വേണ്ട ശിവേട്ടാ, ബസ്സുണ്ട്. ഞാൻ പൊക്കോളാം. കഴിച്ചു കഴിഞ്ഞാൽ പാത്രം കളയാതെ അമ്മയെ ഏൽപ്പിക്കണം. ഇല്ലെങ്കിൽ എനിക്കാ ചീത്ത കേൾക്കുക. പിന്നെ ഏട്ടൻ്റെ കയ്യിൽ കൊടുക്കണ്ട, എവിടെയെങ്കിലും വെച്ച് മറക്കും. ബാഗും തോളിലിട്ട് നേരെ നടന്നവൾ അല്പം ശബ്ദത്തിൽ അവനോട് വിളിച്ചു പറഞ്ഞു. ശിവയെ ഒരു തലയാട്ടത്തോടെ മുന്നോട്ട് നടന്നു. അഭി നോക്കിയത് ചെറു ചിരിയോടെ അവരുടെ വീട്ടുമുറ്റത്തുകൂടെ നടന്നു പോകുന്ന പാറുവിനെയാണ്. അവൾ കണ്ണിൽ നിന്ന് മറഞ്ഞപ്പോഴാണ് അവൻ ശിവയെ പിന്നെ നോക്കിയത്. അവൻ അപ്പോഴേക്കും അവിടുന്ന് പോയി കഴിഞ്ഞിരുന്നു. നിറയെ തേക്ക് മരങ്ങൾ നിറഞ്ഞ ഒരധികം സൂര്യവെളിച്ചം വന്ന് വീഴാത്തൊരു വഴിയിലൂടെ കുഞ്ഞോൾക്കൊപ്പം നടക്കുകയാണ് യാമി. ആൾപെരുമാറ്റം തന്നെ കുറഞ്ഞൊരിടം. ശരിക്കും ഒരു കാട് തന്നെ. ചുറ്റിനും മാനം മുട്ടെ വളർന്ന തേക്ക് മരങ്ങൾ. ഇത് കാടാണോ അൻവി? യാമി ചുറ്റുപാടും കണ്ണോടിച്ചുകൊണ്ട് മുന്നിൽ നടക്കുന്ന കുഞ്ഞോളോട് ചോദിച്ചു. കാടൊന്നുമല്ല, ഇതൊക്കെ നമ്മുടെ സ്ഥലം തന്നെയാ. ഒരു 3-4 ഏക്കർ ഉണ്ടാവും. മുഴുവൻ തേക്കാ. അൻവി മുന്നോട്ട് നടന്നുകൊണ്ട് യാമിയോട് പറഞ്ഞു. നമ്മളിതെങ്ങോട്ടാ പോകുന്നേ? കുറേ നേരമായല്ലോ നടക്കുന്നേ. ആരെ കാണാൻ പോവാ? സച്ചുവിനെ തേടിയ ഈ വരവെന്ന് അറിയാമായിരുന്നിട്ട് കൂടി യാമി ഒന്നും അറിയാത്ത ഭാവത്തിൽ ചോദിച്ചു. ആ ചോദ്യത്തിൽ അൻവിയുടെ മുഖം തെല്ലൊന്ന് പരിഭ്രമിച്ചു പോയി. ഞാൻ സച്ചുവിനെ കാണാൻ, ഒരു കാര്യം സംസാരിക്കാൻ. അമ്മ എന്നെ തനിച്ച് വിടില്ല. അതാ യാമിയെ കൂടെ വിളിച്ചത്. ബുദ്ധിമുട്ടായോ? അൻവി നടക്കുന്നത് അല്പം പതിയെ ആക്കിക്കൊണ്ട് യാമിയെ മെല്ലെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഏയ്, ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ സച്ചുവേട്ടനെ കാണാൻ ഈ കാട്ടിലൂടെ ഒന്നും കയറി വരണോ? നേരെ ആളുടെ വീട്ടിലേക്ക് പോയാൽ പോരെ? അൻവിയുടെ വല്ലായ്മ നിറഞ്ഞ മുഖം കാണാൻ ചെറിയൊരു ചിരി ചുണ്ടിൽ ഒതുക്കിക്കൊണ്ട് യാമി ചോദിച്ചു. അതവിടെ വച്ചൊന്നും സംസാരിക്കാൻ കഴിയില്ല. അതാ ഇങ്ങോട്ട്. കുഞ്ഞോൾക്ക് ശരിക്കും ഒരു ചമ്മലോ നാണക്കേടോ ഒക്കെ തോന്നി. യാമിയുടെ കണ്ണിൽ താൻ മറ്റൊരാളുടെ ഭാര്യയല്ലേ? അങ്ങനെ ഒരുവൾ സ്വന്തം ഏട്ടൻ്റെ കൂട്ടുകാരനെ കാണാൻ ഇങ്ങനെ രഹസ്യമായി വരിക എന്നൊക്കെ പറയുമ്പോൾ തന്നെ അവൾ ഏത് രീതിയിലാണ് കാണുക എന്നോർത്ത് ആകെ ഒരു ജാള്യത. ഓ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ വൃന്ദാവനം അല്ലേ? യാമി ഒരു ചിരിയോടെ ചോദിച്ചു. അൻവി നന്നേ വാടിയൊരു പുഞ്ചിരിയല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ലെങ്കിലും അതെ, ഇതാണ് തങ്ങളുടെ പ്രണയത്തെ അത്രമേൽ മനോഹരമാക്കിയ വൃന്ദാവനമെന്ന് അവളുടെ ഹൃദയം പറഞ്ഞു മൗനമായി. കുറച്ചധികം ഉള്ളോട്ട് പോയതും കണ്ടു ഒരു തൊടിക്കപ്പുറം മുളങ്കാട്ടിനരികിലായി കുഞ്ഞോളെ കാത്തു നിൽക്കുന്ന സച്ചുനെ. സച്ചുൻ്റെ കണ്ണിലെ തിളക്കവും ചുണ്ടിലെ ചിരിയും കണ്ടാലറിയാം അവൻ അത്രമേൽ സന്തോഷത്തിലാണെന്ന്. യാമിയെ കണ്ടതും അവനൊരു ചിരിയോടെ കണ്ണ് ചിമ്മിക്കൊണ്ട് മുന്നിൽ നിൽക്കുന്ന കുഞ്ഞോളെ നോക്കി. ഇത്രയും നേരം പഴയ ഓർമ്മകളെ തിരികെ പിടിച്ചൊരു നോവോടെ നിന്നവൾ അവനെ കണ്ടതും മുഖം വല്ലാത്ത ഗൗരവത്തിലാക്കി. ഒരു നേരം പറഞ്ഞ ആ നേരത്തിനിങ്ങ് വരണം, അല്ലാതെ മനുഷ്യനിങ്ങനെ പോസ്റ്റാക്കരുത്. 2 തെങ്ങിൻ തടികൾ ഒതുക്കി വെച്ച് തോട് കടക്കാൻ കെട്ടിയ കുഞ്ഞു പാലത്തിനപ്പുറം നിന്ന് സച്ചു അൻവിയെ നോക്കി പറഞ്ഞതും അൻവി അവനെ രൂക്ഷമായി നോക്കി. കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി നേരമായെൻ്റെ പൊന്നെ, സത്യം. സച്ചു അവളെ നോക്കി പല്ലിളിച്ച് ചിരിച്ചു കാണിച്ചുകൊണ്ട് പറഞ്ഞു. അൻവി ഒന്നുകൂടെ കടുപ്പത്തിൽ അവനെ നോക്കി. തല്ലും വഴക്കും പന്ത് കളിയും കഴിഞ്ഞ് ആടിപ്പാടി വരുന്നവനെ കാത്ത് താൻ ഇത്ര നേരം ഈ കാട്ടിൽ തനിച്ച് നിന്നിട്ടുണ്ട്. അതാണ് ആ കണ്ണിലെ ചോദ്യം. സച്ചുവിൻ്റെ ഇലിഞ്ഞ ചിരിയിൽ തന്നെ അറിയാം അവളുടെ നോട്ടത്തിലെ ആ ചോദ്യം അതാണെന്ന്. യാമി വാ. സച്ചുവിൽ നിന്നും നോട്ടം മാറ്റി കുഞ്ഞോൾ യാമിയെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. ഏയ്, അത് വേണ്ട, ഞാനിവിടെ നിൽക്കാം. നിങ്ങൾ സംസാരിച്ചിട്ട് വാ. യാമി ചെറു ചിരിയോടെ പറഞ്ഞു. അതൊന്നും വേണ്ട, യാമി വാ. നിനക്ക് കേൾക്കാൻ പറ്റാത്തതൊന്നും എനിക്കാരോടും സംസാരിക്കാനില്ല. കുഞ്ഞോളൊരു നിർബന്ധം പോലെ പറഞ്ഞു. ആരും കേൾക്കാൻ പാടില്ലാത്ത കുറേ കാര്യം എനിക്ക് പറയാനുണ്ടേ. സച്ചു മറ്റെങ്ങോ നോക്കിക്കൊണ്ട് പറഞ്ഞതും കുഞ്ഞോൾ അവനെ വീണ്ടും നോക്കി പേടിച്ചു. എനിക്ക് സംസാരിക്കാനുണ്ട്. കണ്ണുരുട്ടുന്നവളെ നോക്കി സച്ചു അത് തന്നെ പറഞ്ഞു. യാമിക്ക് ശരിക്കും ചിരി വന്നു പോയി. നീ ചെല്ലൻവി, ഞാനിവിടെ ഉണ്ടാകും.
യാമി കുഞ്ഞോളെ മേലെ പാലത്തിനടുത്തേക്ക് മുന്നോട്ട് അയച്ചുകൊണ്ട് പറഞ്ഞതും സച്ചു അവൾക്ക് നേരെ കൈനീട്ടി കഴിഞ്ഞിരുന്നു. ഞാൻ തന്നെ വന്നോളാം. കുഞ്ഞോൾ അവൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് ഒരിഷ്ടക്കേട് ഭാവിച്ചുകൊണ്ട് പറഞ്ഞു. സച്ചൂച്ചൻ പിടിക്കാടി, വാ. സച്ചു അത്രയും മനോഹരമായ ഒരു ചിരിയോടെ അവളുടെ നേർക്ക് വീണ്ടും കൈനീട്ടി. വേണ്ട. അൻവി വീണ്ടും അവൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് മെല്ലെ അപ്പുറം കടന്നു. ചെറിയൊരു സൗന്ദര്യപ്പിണക്കം. ഒന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ദേ അവിടെ തന്നെ കാണും ഞങ്ങൾ. എന്തേലും ഉണ്ടേ ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ. മുന്നോട്ട് നടന്നു പോകുന്ന അൻവിയെ ഒന്ന് നോക്കി പിന്നെ യാമിയെ നോക്കിയൊരു ചിരിയോടെ സച്ചു പറഞ്ഞു. നടക്കട്ടെ നടക്കട്ടെ. പക്ഷെ പിണക്കം കണ്ടിട്ട് ഈ അടുത്തൊന്നും തീരില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. യാമി ഒരു ചിരിയോടെ തമാശയായി പറഞ്ഞു. ഇത്തിരി ബുദ്ധിമുട്ടാ, എന്നാലും വിട്ട് കളയാൻ ഒക്കില്ല. അതാ. സച്ചു അവളെ നോക്കി ഒന്ന് കണ്ണു ചിമ്മി പറഞ്ഞുകൊണ്ട് അൻവിയുടെ പിന്നാലെ ചെന്നു. യാമി അതേ ചിരിയോടെ അവിടെയുള്ള ഒരു പാറക്കെട്ടിന് മേലേക്ക് കയറിയിരുന്നു. മിനിഞ്ഞാൻ എന്താ സച്ചുച്ച നടന്നേ? സത്യം പറ. മുളങ്കാടിന് പിന്നിലേക്ക് നിന്നതും അൻവി സച്ചുവിന് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. മിനിഞ്ഞാൻ എന്ത് നടക്കാം? മുന്നിൽ നിൽക്കുന്നവളെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് സഞ്ജു നെഞ്ചിൽ കൈ പിണച്ചു നിന്നു. ഒന്നും സംഭവിച്ചില്ലേ? പിന്നെന്തിനാ രണ്ടാളും വഴക്കിട്ടെ? അൻവി കൂർമ്മതയോടെയുള്ള ചോദ്യത്തോടെ സച്ചുവിനെ നോക്കി. ഞങ്ങൾ വഴക്കിട്ടെന്ന് ആര് പറഞ്ഞു? സച്ചു അവളുടെ മുൻപിലേക്ക് അല്പം നീങ്ങി നിന്ന് കൊണ്ട് ചോദിച്ചു. ആരെങ്കിലും പറഞ്ഞോട്ടെ, പറഞ്ഞത് സത്യമായാൽ പോരെ. പറ, എന്തിനാ ഏട്ടനെ തല്ലിയേ? അൻവി അല്പം പിന്നോട്ട് നീങ്ങിക്കൊണ്ട് ചോദിച്ചു. അയ്യ, നിന്റെ ഏട്ടനെ തല്ലാൻ ചെന്നാൽ അവൻ അങ്ങ് നിന്ന് തരുമല്ലോ ഇടിക്കാൻ. എല്ലാം വാങ്ങിച്ചു കൂട്ടിയത് ഞാനാ. എൻ്റെ കൂമ്പ ആ നാറ് ഇടിച്ചു കലക്കിയത്. സച്ചു ഒരു ചൊടിയോടെ വീണ്ടും മുമ്പിലേക്ക് കയറി നിന്നുകൊണ്ട് ചോദിച്ചതും അൻവി അറിയാതെ മുഖമുയർത്തി അവൻ്റെ കണ്ണിലേക്ക് നോക്കി. എന്തിനാ? അവൾ നന്നെ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. അതെന്നോട് ചോദിക്കുന്നതിലും നല്ലത് അവനോട് പോയി ചോദിക്ക്, സച്ചു അല്പം ചൊടിയോടെ പറഞ്ഞു. എന്നോട് പറയാമെന്ന് പറഞ്ഞിട്ടില്ലേ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയേ? ഏട്ടനോട് ചോദിക്കാനാണേ അത് ഇന്നലെ പറഞ്ഞൂടായിരുന്നോ സച്ചുച്ചനെ? സച്ചുവിൻ്റെ ദേഷ്യം കാണെ അൻവിയും ഒരു ചൊടിയോടെ പറഞ്ഞു. സച്ചു അവളുടെ കണ്ണിലേക്ക് നോക്കിയൊന്നും മിണ്ടാതെ അങ്ങനെ നിന്നു. എന്നെ നോക്കി നിൽക്കാതെ പ്രശ്നം എന്താന്ന് പറ, എനിക്ക് വീട്ടിലേക്ക് പോകണം. അവൻ്റെ കൺമുൻപിൽ നിന്നും തിരിഞ്ഞു നിന്നുകൊണ്ടവൾ പറഞ്ഞു. പ്രശ്നം എന്താണെന്ന് ഒരാളോടും പറയരുതെന്ന നിൻ്റെ ഏട്ടൻ്റെ ഓർഡർ. അതും പോരാഞ്ഞ് ഇങ്ങനെ ഒരു എടിപിടിയെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനും തോന്നില്ല. ചോദിക്കുമ്പോൾ ഇത്തിരി സ്നേഹത്തിലൊക്കെ ചോദിച്ചാലല്ലേ ബാക്കിയുള്ളവർക്ക് പറയണമെന്ന് തോന്നുക. സച്ചു നേരെ ചെന്ന് ഒരു പാറക്കെട്ടിന് മേലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞതും അൻവി അവനെ കൂർമ്മതയോടെ നോക്കിയിരുന്നു. സച്ചു അത് കണ്ടതായി ഭാവിച്ചതില്ല. കളിക്കാൻ നിൽക്കല്ല സച്ചുച്ച, ഞാൻ വീട്ടിൽ പറയാതെ ഇങ്ങോട്ട് വന്നത്. ആരെങ്കിലും അന്വേഷിച്ചു വന്നാൽ എല്ലാം തീർന്നു. പറ, യാമയെ വിളിക്കാൻ പോയിട്ട് അവിടെ എന്താ നടന്നേ? ചോദിക്കുന്നതിനൊപ്പം അൻവി അവന് മുന്നിലേക്ക് കയറി നിന്നു. വലിയ പ്രശ്നം നടന്നു. സച്ചു അവളുടെ കണ്ണിലേക്ക് നോക്കിയൊന്ന് കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു. അതെന്താന്നാ ഞാൻ ചോദിച്ചേ? അൻവിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ഇത്തിരി സ്നേഹത്തോടെ ചോദിക്കുകയാണെ പറയാം. സച്ചു അവളെ നോക്കി ഒന്നൊഴിഞ്ഞുകൊണ്ട് പ്രണയാതുരമായി പറഞ്ഞു. അൻവിയുടെ കണ്ണുകൾ കലങ്ങി തുടങ്ങിയെങ്കിലും മുഖം ദേഷ്യത്തിൽ തന്നെയായിരുന്നു. ഇത്തിരി സ്നേഹത്തോടെ ചോദിക്കടി. സച്ചുച്ചൻ അവിടെ നടന്നത് മുഴുവൻ പറഞ്ഞു തരാം. സച്ചു അവളുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി പുഞ്ചിരിയോടെയാണ് പറഞ്ഞതെങ്കിലും അവൻ്റെ നെഞ്ച് വിങ്ങി തുടങ്ങിയിരുന്നു. അൻവി അവളുടെ മുഖം അമർത്തി തുടച്ചുകൊണ്ട് അവനിൽ നിന്നും തിരിഞ്ഞു നിന്നു. കണ്ണുകൾ വീണ്ടും വീണ്ടും നിറഞ്ഞു തൂകുന്നു. സച്ചു മെല്ലെ എഴുന്നേറ്റ് അവൾക്കരികിലേക്ക് നടന്നു. തൊട്ടു പിന്നിൽ അവൻ വന്നു നിന്നതറിഞ്ഞതും അൻവി പൊടുന്നനെ പിന്നോട്ട് നീങ്ങാനൊരുങ്ങി. പക്ഷെ സച്ചു അവളുടെ കൈ തണ്ടയിൽ പിടിച്ചു വെച്ചു. കയ്യിന്ന് വിട്. അവളുടെ സ്വരം ഒരു തേങ്ങലോടെ വിറച്ചു. സച്ചു ഒന്നും മിണ്ടിയില്ല. അവളുടെ അടുത്തേക്ക് തന്നെ ചേർന്ന് നിന്നു. അൻവി അവൻ്റെ കയ്യിൽ നിന്നും ബലമായി തന്നെ ദൂരേക്ക് മാറാൻ ശ്രമിച്ചു. മിനിഞ്ഞാന്ന് അവിടെ വലിയ പ്രശ്നം നടന്നു.